മനു, നാട്ടുകാർക്ക് പറയാനുള്ള ഇതാണ്, അതായത് നമ്മുടെ നാട്ടിൽ മൊട്ട ടയർ എന്ന് പറയും, അതായത് ഒരു സുരക്ഷിതത്വമില്ലാത്ത സ്റ്റെപ്പിനി ടയർ പോലും. അതെ, നമ്മുടെ നാട്ടിലും അത് തന്നെ പറയുന്നത്, സ്റ്റെപ്പിനി ടയർ പോലും. അത് മഴക്കാലമാണ്, ഇപ്പോൾ റോഡ് ഏറ്റവും ശ്രദ്ധിച്ചു പോകേണ്ട സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ടയറുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ പോകുന്നത്. അതായത് ബസ് മുതലാളിമാരടക്കം ഈ ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യത്തിൽ യാതൊരു പരിഗണനയും നൽകുന്നില്ല. ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു, ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ജീവനെ കുറിച്ച്, ജനങ്ങളുടെ ജീവനെ കുറിച്ച്, യാത്രക്കാരുടെ ജീവനെ കുറിച്ച് യാതൊരു പരിഗണനയും നൽകാതെയാണ് ബസ്സുകൾ ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് ഏറ്റവും സ്പീഡിൽ, അതായത് ആളുകളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഏറ്റവും സ്പീഡിൽ. ഇന്നും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? ആളുകളെ കുത്തി നിറച്ചു വരുന്നു, ടിപ്പറുമായിട്ട് മത്സരയോട്ടം നടത്തുന്നു, അതിനെ സൈഡ് കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ സ്കിഡായി മറിയുന്നു. ഇന്നും അതല്ലേ സംഭവിച്ചത്? തീർച്ചയായും ഇന്നും അതാണ് സംഭവിച്ചത്. ടിപ്പർ ലോറിയും ഇതേ സമയത്ത്, അതായത് ഈ സമയത്ത്, ഈ ഒരു ഏറ്റവും തിരക്കുള്ള സമയത്താണ് ടിപ്പർ ലോറി ഓടിക്കൊണ്ടിരിക്കുന്നത്. ടിപ്പർ ലോറിയെ നമുക്കറിയാം കൊലയാളി ലോറി എന്ന് നേരത്തെ തന്നെ ആളുകൾ വിശേഷിപ്പിച്ച വാഹനം കൂടിയാണ് ടിപ്പർ ലോറി. ആ ടിപ്പർ ലോറിയാണ് ഇപ്പോൾ ബസ്സുമായി കൂട്ടിയിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സുരക്ഷിതത്വം എന്നുള്ളതിന് ഒരു മാനദണ്ഡവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ, ടിപ്പർ ലോറികൾ, ഇതെല്ലാം തന്നെ കണ്ണൂർ കോഴിക്കോട് റൂട്ടിലെ ഒരു സവിശേഷത എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആളുകൾ ഭയന്ന് മാറിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ ടിപ്പർ ലോറിക്ക് മുന്നിലും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകൾക്ക് മുന്നിലും ആളുകൾ ഭയന്ന് മാറിക്കൊടുക്കേണ്ട, മറ്റ് യാത്രക്കാരോ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളിലുള്ളവരോ ഭയന്ന് മാറിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഒന്ന്, ഇതിന്റെ സമയക്രമം നേരത്തെ തന്നെ ആളുകൾ പറയുന്നതാണ്, ബസ്സിന്റെ സമയക്രമം അത് മാറ്റണം. ആർക്കും പണം കൊടുത്ത് ബസ്സിന്റെ സമയം വാങ്ങിക്കാവുന്ന അവസ്ഥ, അതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ ഒരു മത്സരം ഈ റൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നതാണ്. നാട്ടുകാർ ബസ് തടഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു റൂട്ട് കൂടിയാണ് കണ്ണൂർ കോഴിക്കോട് റൂട്ട്. ആ റൂട്ടിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ദീർഘദൂര യാത്രികർ ഉണ്ടാകുന്ന റൂട്ടാണ്. എന്നാൽ ആളുകളോട് പറയാനുള്ളത്, അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അപകടം അത്ര അതായത് ആളുകൾക്ക് സംഭവിച്ച അപകടം പ്രാഥമികമായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പരിക്കുകൾ കുറവാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരുപക്ഷെ ഭാഗ്യം കൊണ്ടായിരിക്കാം അത്തരത്തിൽ സംഭവിച്ചത്. എന്തായാലും ഈ ഒരു റൂട്ടിൽ ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളെയും ടിപ്പർ ലോറികളെയും നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പങ്കുവെക്കാനുള്ളത്. മനു. ശരി ജോഷില, ഏതായാലും ബസ് നിവർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകുമല്ലേ? ബസ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ്. നോക്കൂ, അതിന്റെ ടയർ മൊട്ടയാണ്. മൊട്ട ടയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം ടയറാണ്, തേഞ്ഞ് തീരാറായിരിക്കുന്നു. ഇനി എന്തെങ്കിലും പറ്റിയാൽ മാറ്റാൻ ഒരു സ്റ്റെപ്പിനി അതിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. എത്രമാത്രം ദയനീയമാണ് ആ സ്റ്റെപ്പിനിയുടെ സാഹചര്യം എന്ന് പറയുന്നത്, സ്റ്റെപ്പിനി ടയറിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഈ ടയറും വെച്ചിട്ടാണ് ഈ ബസ്സുകാർ ഈ നാട്ടുകാരെ മുഴുവൻ അതിൽ കുത്തി നിറച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിൽ നിറച്ചു ആളായിരുന്നു. ഒന്നാമതെ മഴ പെയ്ത് കിടക്കുന്ന സാഹചര്യം, ദേശീയപാതയിൽ പണി നടക്കുന്ന സാഹചര്യം, ഇതിനിടയിലൂടെ ഇവരുടെ മത്സര ഓട്ടം. എത്ര മനുഷ്യരുടെ ജീവൻ വച്ചാണ് പന്താടുന്നത്. എനിക്ക് തോന്നുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനോടുള്ളൊരു അഭ്യർത്ഥനയാണ്, ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടേണ്ട വളരെ അടിയന്തരമായ സാഹചര്യമുണ്ട്. പലപ്പോഴും പരാതി കേൾക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ കോഴിക്കോട് കണ്ണൂർ റൂട്ട് എന്ന് പറയുന്നത്. ഏറ്റവും മോശം ഡ്രൈവിംഗ് ആണ് അവിടെ. മത്സര ഓട്ടം സ്ഥിരമായി നടക്കുന്ന, ഇറസ്പോൺസിബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. ഞാനടക്കം നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ഈ പറയുന്ന വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. എത്രയോ പ്രേക്ഷകർ ഇവിടെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. ഇത് സ്ഥിരം പരിപാടിയാണ്, ഇത് സ്ഥിരമായി നടക്കുന്നതാണ്, മത്സരയോട്ടം എന്നും ഈ റൂട്ടിൽ നടക്കുന്നതാണ്. അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് ഈ പരിപാടി ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് തന്നെയാണ് പ്രേക്ഷകരൊക്കെ കൃത്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആ ടയർ കണ്ടില്ലേ, അത് തെന്നിത്തെറിച്ചു പോകുന്ന രീതിയിലുള്ള ഏറ്റവും മോശം ടയർ, സ്റ്റെപ്പിനി ടയറായി വെച്ചിരിക്കുന്ന അതിലും മോശം ടയർ. ഇപ്പോൾ ഏതായാലും ഈ വാഹനം ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ക്രെയിൻ കൊണ്ടുവന്നു, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പതിയെ റോട്ടിൽ നിന്ന് അത് പൊക്കി തുടങ്ങിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കോഴിക്കോട് കണ്ണൂർ റൂട്ടിലാണ്, ദേശീയപാതയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. വലിയ ഗതാഗത കുരുക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ ആണ്, അപ്പോൾ സ്വാഭാവികമായും ഗതാഗത കുരുക്കുണ്ടാകും. ഇപ്പോൾ അവിടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഈ പറയുന്ന പോലെ ഗതാഗത കുരുക്കുണ്ട്. ഏതായാലും ബസ് ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും അപകടം സംഭവിച്ചതിനും ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്നതാണ്. ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നത് ഏറെ ആശ്വാസം നൽകുന്നുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് തന്നെ
നമുക്ക് കരുതാം. പിന്നെ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ, ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും വേഗത്തിലുള്ള ഇടപെടലുകൾ, എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ബസ്സിലുള്ളവരെയൊക്കെ മാറ്റുകയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നത് കേരളത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ കരുത്തുകൂടി നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും നാട്ടുകാരൊക്കെ ഒത്തുചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബസ് ഉയർത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. മറിഞ്ഞു കിടന്ന ബസ്സാണ്. അത് പതിയെ പതിയെ ക്രെയിൻ ഉപയോഗിച്ച് നിവർത്തി ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ബസ്സാണ്, നേരെ ഓടിക്കൊണ്ടിരുന്ന ഈ ബസ്സാണ് മറിഞ്ഞു കിടന്നത്. കനിക എന്നാണ് ആ ബസ്സിൽ എഴുതിയിരിക്കുന്നത്. കുറേ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തലശ്ശേരിയിൽ നിന്ന് വരുന്ന ബസ്സാണെന്ന് തോന്നുന്നു. തലശ്ശേരി, കണ്ണൂർ, അതെ, കോഴിക്കോട് തലശ്ശേരി ബസ്സാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റിൽ ഓടുന്ന വണ്ടി കൂടിയാണ്. വലിയ സ്പീഡിലായിരിക്കും ഈ വണ്ടികളൊക്കെ ഓടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഏതായാലും ബസ് ഉയർത്തിയിരിക്കുന്നു. ബസ് ഉയർത്തിയാൽ ഇനി അല്പസമയത്തിന് തന്നെ സൈഡിലോട്ട് മാറ്റി ഗതാഗതം പൂർണ്ണ രീതിയിൽ പുനഃസ്ഥാപിക്കും.